ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ടെൻഷൻ ആയിരിക്കും. കാരണം ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണോ അതോ ഒരു ബാഡ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണോ എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന അപ്ഡേറ്റുകളൊക്കെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് ആദ്യമേ പറയുന്നു, ടെൻഷൻ അടിക്കുന്ന രീതിയിൽ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട രീതിയിലുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല എന്ന് പറയാം. എന്നാൽ ഈ ഒരു അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ എങ്ങനെ ഈ ഒരു അപ്ഡേറ്റിനെ നോക്കിക്കാണുന്നു എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇമെയിൽ വന്നിട്ടുണ്ടാകും ഈ ഒരു യൂട്യൂബ് ഹാൻഡിലിനെ കുറിച്ചിട്ടുള്ള ഈ രീതിയിലൊരു ഇമെയിൽ. അപ്പോൾ നിങ്ങൾക്കത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. യൂട്യൂബ് ഹാൻഡിലിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, യൂട്യൂബ് ഹാൻഡിലൊക്കെ മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് അല്ലേ, ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ പലരും അത് സെറ്റ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഡിഫോൾട്ടായിട്ട് എന്താണോ അവിടെ വന്നിട്ടുള്ളത് അത് അവിടെ അങ്ങനെ ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഹാൻഡിൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. യൂട്യൂബ് ഹാൻഡിൽ എന്നുള്ളത് നമുക്ക് യുണീക്കായിട്ടുള്ളൊരു ID, ചാനലിൻ്റെ നെയിം പോലെയല്ല. നമുക്ക് ചാനലിൻ്റെ നെയിം സെർച്ച് ചെയ്താലൊക്കെ നമ്മുടെ ചാനൽ സെർച്ചിങ്ങിൽ വരാതിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ സെയിം നെയിം വേറെ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവർക്കൊക്കെ വേറൊരു പേര് സെയിം പേരിൽ ചാനൽ തുടങ്ങാൻ കഴിയും. പക്ഷേ യൂട്യൂബ് ഹാൻഡിൽ എന്നുള്ളത് അങ്ങനെയല്ല. നമുക്കൊരു യൂട്യൂബ് ഹാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഐഡിയാണ്. അതേ രീതിയിൽ പിന്നീട് മറ്റൊരാൾക്ക് യൂട്യൂബ് അത് അനുവദിച്ച് നൽകുന്നതല്ല. അപ്പം നമ്മുടെ ചാനലിൻ്റെ നെയിമിലൂടെ അല്ലാതെ ഒരു ക്രിയേറ്റർക്ക് യൂട്യൂബ് ഹാൻഡിൽ വഴിയൊക്കെ നമ്മുടെ ചാനലിലേക്ക് എത്താൻ കഴിയും. മാത്രമല്ല ഈ ഒരു ഹാൻഡിൽ നമുക്ക് നമ്മുടെ URL ആഡ് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ചാനലിനെ മെൻഷൻ ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ID ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. നമ്മുടെ ചാനലിനൊക്കെ ടാഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ഹാൻഡിൽ മുഖാന്തരം നമുക്കത് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത്, സാധാരണ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കസ്റ്റമൈസേഷനിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ഹാൻഡിൽ എന്നുള്ളത് കാണും. അവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഓൾറെഡി ഉണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടും ഉണ്ടാകും. നമുക്ക് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ പറയുന്നത്, ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഈ ഒരു യൂട്യൂബ് ഹാൻഡിൽ നമുക്ക് സംതൃപ്തരല്ലെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇത് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജിലും അത് സപ്പോർട്ടാണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ 14 ദിവസത്തേക്ക് യൂട്യൂബ് ആ ഒരു നമ്മുടെ പഴയ ഹാൻഡിൽ, ഇപ്പം ഞാൻ AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ളത് എൻ്റെ പഴയ ഹാൻഡിലാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി ഇപ്പോൾ ഷെഫീഖ് AVS അങ്ങനെ എന്തെങ്കിലും മാറ്റി. അപ്പോൾ 14 ദിവസത്തേക്ക് യൂട്യൂബ് എന്ത് ചെയ്യും, ഈ പഴയ AVS യൂട്യൂബ് ടിപ്സ് ഹാൻഡിൽ എന്നുള്ളത് റിസർവ് ചെയ്ത് വെക്കും. മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഷെഫീഖ് AVS എന്നുള്ള ഹാൻഡിലാണ് ആഡ് ചെയ്തതെങ്കിൽ അതും എനിക്ക് ലഭിക്കും. അപ്പോൾ 14 ദിവസത്തേക്ക് ഈ 2 ഹാൻഡിലും യൂട്യൂബിൽ വർക്ക് ആകുന്നതാണ്. അപ്പോൾ 14 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് തോന്നുകയാണ്, വേണ്ട, എനിക്ക് AVS യൂട്യൂബ് ടിപ്സ് തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി, ഷെഫീഖ് AVS എന്നുള്ള ഹാൻഡിൽ എനിക്ക് മതിയെങ്കിൽ അതിൽ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയും. 14 ദിവസം കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് പഴയ ഹാൻഡിൽ തിരിച്ച് ലഭിക്കുന്നതല്ല. പിന്നീട് എനിക്ക് ആ ഒരു ഹാൻഡിൽ തിരിച്ച് ലഭിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് എനിക്കത് സെലക്ട് ചെയ്യാൻ കഴിയുക. അതല്ലെങ്കിൽ ആ ഒരു ഹാൻഡിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് വരുന്നതെന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് QR കോഡ് വഴി ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലിങ്കൊക്കെ QR കോഡ് വഴി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരാൻ കഴിയും. പക്ഷേ ബോട്ടിമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബോട്ടിമൊക്കെ പലരും QR കോഡാണ് സെൻഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് പകരം QR കോഡ് വഴി നമ്മുടെ ചാനലിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇനി മുതൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ ചാനലിൻ്റെ ഒരു QR കോഡ്, ആ QR കോഡ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയുമെന്നുള്ളത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളതെന്ന് പറയാം. മറ്റ്
ആപ്പുകളിലൊക്കെ മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. അത് ഇനി മുതൽ യൂട്യൂബിലും വരാൻ പോവുകയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. പക്ഷെ അത് ക്രിയേറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. നമുക്കറിയാം, നമുക്ക് മറ്റൊരു ചാനലിനെ മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡിസ്ക്രിപ്ഷനിലൊക്കെയാണ് പോയിട്ട് മെൻഷൻ ചെയ്യാറുള്ളത്. ആ റേറ്റ് ഓഫ് ആ ഒരു ഒന്നുമില്ല, അതിട്ടിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇനി മുതൽ നമുക്ക് കമൻറ്റ് സെക്ഷനിലും നമുക്ക് മറ്റ് ക്രിയേറ്റേഴ്സിനെ മെൻഷൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ വരുന്നൊരു അപ്ഡേറ്റ്. അപ്പോൾ കമൻറ്റിലൊക്കെ ഈ ഒരു മെൻഷൻ ചെയ്യുന്നത് വരുമ്പോൾ നമുക്കറിയാം, ഫേസ്ബുക്കിലൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇന്ന ആൾക്ക് മാത്രം മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു റിപ്ലൈ കൊടുക്കുന്ന രീതി. അപ്പോൾ ഇത് യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പല രീതിയിൽ അത് നല്ലതുമാണ്, മോശമായിരിക്കാം. എന്തായാലും അത് വന്ന് അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണ്ടി വരും പറയാൻ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ പറയുക. എനിക്ക് തോന്നുന്നത് രണ്ടും സംഭവിക്കാം എന്നുള്ളത്. കാരണം നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻ്റ് ഒക്കെ ആയാലും നമ്മളെ ഒരുപാട് ആളുകൾ മെൻഷൻ ചെയ്തിട്ട് നമുക്കറിയാമല്ലോ, യൂട്യൂബിൽ പല രീതിയിൽ നമ്മൾ ഇത് കാണാറുണ്ട് കമൻറ്റുകൾ. അപ്പോൾ എന്തായാലും ഇനി മുതൽ കമൻറ്റ് സെക്ഷനിലും നമുക്ക് മെൻഷൻ ചെയ്യാൻ കഴിയും, ക്രിയേറ്റേഴ്സിനെ മെൻഷൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു അപ്ഡേറ്റ്. ഫൈനലി നമുക്ക് അവസാനത്തെ അപ്ഡേറ്റ് നോക്കാം. നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. നമ്മളൊക്കെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തംബ്നെയിലിൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. യൂട്യൂബ് തന്നെ അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് റണ്ണ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് പറഞ്ഞു തരും. അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ യൂട്യൂബ് റണ്ണ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പലർക്കും ഇത് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തംബ്നെയിലാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. എന്നാൽ ഇനി മുതൽ ഒരു വീഡിയോക്ക് നമുക്ക് 3 തംബ്നെയിൽ ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആ ഒരു 3 തംബ്നെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അതിങ്ങനെ റൺ ചെയ്ത് തുടങ്ങും. 14 ദിവസം വരെ യൂട്യൂബ് അത് നോക്കും. ഇതിൽ പലർക്കും അത് അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത്, അങ്ങനെ ആ ഒരു പെർഫോമൻസ് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് യൂട്യൂബ് നമുക്ക് കാണിച്ചു തരും. ഓരോ തംബ്നെയിലും എത്ര പെർസെൻറ്റേജ് വ്യൂസ് വന്നിട്ടുണ്ട്, നമുക്ക് ടോട്ടൽ വ്യൂസ് വന്നതിൽ അവർ ഏത് തംബ്നെയിലാണ് കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് എന്നുള്ളത് യൂട്യൂബ് സ്വയം മനസ്സിലാക്കി സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് അതാണ് ഇനി പെർമനൻ്റ്ലി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു തംബ്നെയിൽ മാത്രം ഇനി കാണിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. പലർക്കും ഈ ഒരു തംബ്നെയിൽ പല രീതിയിലുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. പക്ഷേ ഏത് ടെക്സ്റ്റ് ആഡ് ചെയ്താലാണ് അല്ലെങ്കിൽ ഏത് ഫോട്ടോ വെച്ചാലാണ് കൂടുതൽ ക്ലിക്ക് വരിക എന്നുള്ളത് സംശയമുണ്ടെങ്കിൽ ഇതുപോലെ 3 തംബ്നെയിലുകൾ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ട്രയൽ റൺ 14 ദിവസം വരെ റൺ ചെയ്യാൻ കഴിയും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും കഴിയും. നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.